മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയോ, ഇന്ന് ഞങ്ങൾ വെറുതെ ഒരു ഷോപ്പിംഗ്, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് ഫിറ്റ് ആവാത്തതൊക്കെ റിട്ടേൺ ചെയ്യാനും പിന്നെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാം. ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിന് പറയുന്നത് ഗരാജ് സെയിൽ എന്നാണ്. അതായത് എത്രയോ മാസം കൂടുമ്പം 3 മാസത്തിലൊരിക്കലാണെന്ന് തോന്നുന്നു, ഓരോ കമ്മ്യൂണിറ്റികളിലും ഇങ്ങനെ ഗരാജ് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടക്കും. അതായത് വീട്ടിലുള്ള പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെറിയ വിലയ്ക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഴയ കൗച്ച്, പഴയ ചെയറുകൾ, ഫർണിച്ചർ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ചെറിയ ചെറിയ എന്ത് സാധനങ്ങളും ആവട്ടെ, അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്, അപ്പോൾ ആൾക്കാർ പോകുന്നവരൊക്കെ വന്ന് അത് കണ്ട് അതിലെന്തെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഗരാജ് സെയിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ നെയ്ബേഴ്സ് ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരാവേ. ഇതുണ്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ അവരുടെ ഫർണിച്ചറുകളും പഴയത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വിൽക്കുകയാണ് അവർ. ഇവിടെയുണ്ട്, അത് ആൾക്കാരൊക്കെ വന്ന് നിന്ന് നോക്കുന്നു, എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. ബുക്സ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഫർണിച്ചേഴ്സ് ഉണ്ട്, ഷെൽഫ്സ് ഉണ്ട്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, ആൾക്കാർ സൈക്കിളിലൊക്കെ വന്നിട്ട് അവിടെ വന്നിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഇങ്ങനെ ഗരാജ് സെയിൽ ചെയ്യേണ്ടവരൊക്കെ ഇതാ സാധനങ്ങൾ ഇതാ നമ്മുടെ തൊട്ടിപ്പുറത്തെ നെയ്ബറും വെച്ചിട്ടുണ്ട്. അവരും എന്തൊക്കെയോ ഡെക്കോർ, സ്ട്രോളർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇതിലെ ഗരാജിലേക്ക് കയറാൻ പറ്റും. നമ്മൾ ഈ പാർക്കിംഗ് ഗരാജിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് വരേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്മലും പിന്നെ ഇവിടെ ഈ ഒരു ചെറിയ പേൾസ് സ്റ്റോണുള്ള ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പം അത് രണ്ടും പോയിട്ട് ബില്ല് ചെയ്തിട്ട് വരാം. പീക്കറി ഉണന്നു. ഷോപ്പിംഗ് ഒക്കെ ഹാഫ് കഴിഞ്ഞു. ഇപ്പം തിരിച്ച് കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് പോവാം കേട്ടോ. കുട്ടി സ്ട്രോളറിന്ന് കയ്യിലേക്ക് കയറി. അവളുടെ സ്ട്രോളറ് നമ്മളൊരു ഷോപ്പിംഗ് കാർട്ടാക്കി വെച്ചിരിക്കുക. അമ്മ ഇവിടുന്ന് ഇവിടെ ലെഫ്റ്റ് പാർക്കിംഗ് ഗരാജിലെത്തി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഷോപ്പിംഗ് പോയ സമയത്ത് ഏട്ടനായിരുന്നു ഷെഫ്. ബിരിയാണി അടിപൊളി, കൊള്ളാലോ, ലുക്കുണ്ടല്ലോ, നോക്കാമേ, ലുക്കുണ്ടല്ലോ മിസ്റ്റർ ഷെഫ്, കൊള്ളാലോ. അച്ചാറ്, സാലഡ്, ചമ്മന്തി, മുട്ട ഇവിടെയുണ്ട്, പപ്പട. ഓക്കെ, വെൽ ഡൺ മിസ്റ്റർ ശങ്കുണ്ണി. അങ്ങനെ ഉണ്ടെന്ന് പറയാം. അല്ല, താങ്ക് യു.
യു. താങ്ക് യു. കഴിഞ്ഞ ദിവസത്തെ ഷോപ്പിംഗ് പകുതിക്ക് വെച്ച് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു. വിശന്നപ്പോൾ പിന്നെ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചപ്പോൾ പിന്നെ ഇറങ്ങാൻ മടിയായി. അങ്ങനെ അത് നിർത്തേണ്ടി വന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിങ്ങിൻ്റെ ബാക്കിയായിട്ട് ഇറങ്ങിയേക്കുക അല്ലേ അമ്മയ്ക്ക് ഒരു ഹാൻഡ് ബാഗാണ് ഇന്നത്തെ ലക്ഷ്യം. ഇന്ന് രാവിലെ ഫുള്ള് മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞായറാഴ്ച ഞങ്ങൾ പോകാതിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് പോകാം, ഇന്ന് എനിക്ക് ചൊവ്വാഴ്ച ദിവസം അവധിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ താണ്ട് രാവിലെ ഭയങ്കര മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇപ്പം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കുക. ഇതാ സാക്ഷി ഉറക്കം വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് ഉറങ്ങിക്കോളുമായിരിക്കും. ഇങ്ങനെ ഓരോ സ്റ്റോറുകളാണ്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് ഒരു തിരക്കുമില്ല. അങ്ങനെ അല്ലെങ്കിൽ സാധാരണ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും വീക്കെൻഡിലൊക്കെ വരുമ്പോഴത്തേക്ക്. ഇന്നിപ്പോൾ താണ്ടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ. അമ്മ ഹാൻഡ് ബാഗ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കോച്ചിൻ്റെ സ്റ്റോറിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അമ്മ ഭയങ്കര സ്പെസിഫിക് ആണ്. ഒരു ബാഗ് എടുക്കണമെങ്കിൽ അതിന് സിബ് വേണം, ഇപ്പുറത്തൊരു പ്രത്യേകം പൗച്ച് വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കൊരു ബാഗ് വാങ്ങുക എന്ന് പറഞ്ഞത് ഭയങ്കര ചലഞ്ചിങ് ആണ്. എങ്ങനെയുണ്ട്? ഗിഫ്റ്റ്, മദേഴ്സ് ഡേ ഗിഫ്റ്റ്. വിക്രി ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അവൾ ഉറങ്ങിക്കോളും. ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു തിരക്കും ഇല്ലാത്തൊരു ദിവസം, അടിപൊളി. ഇങ്ങനെ വന്ന് വേണം ഷോപ്പിങ്ങിന് വരാൻ, ഇല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മടുക്കും ഓരോ സ്ഥലങ്ങളിൽ. ഇത് മൈക്കിൾ കോഴ്സിൻ്റെ സ്റ്റോറാണ്. പക്ഷെ ഇവിടെയൊക്കെ ഈ തൊട്ടിപ്പുറത്ത് തന്നെ. അങ്ങനെ നമ്മൾ ദീപുവിന് മദേഴ്സ് ഡേ ഗിഫ്റ്റ് വാങ്ങി. അതായിരുന്നു ഇന്നത്തെ മെയിൻ നമ്മൾ വന്നതിൻ്റെ കാര്യം, അതായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുക. വൈകിട്ട് 3 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എത്തിയാൽ മതി. അതാ പ്ലാൻ. ഹാപ്പിയായോ? ഹാപ്പിയായി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബാഗ് കിട്ടി. അമ്മ സാധാരണ വലിയ ബാഗാണ്. ഇത്തവണ കുറച്ച് ചെറുതായിട്ടുള്ള ഒരു ബാഗാണ് എടുത്തേക്കുന്നത്. പക്ഷെ നന്നായിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോവാം. കാരണം ഇനിയിപ്പം വൈകിട്ട് സ്കൂളിൽ നിന്ന് എത്താൻ സമയമായി. അപ്പോൾ അതിന് മുമ്പായിട്ട് വീട്ടിലെത്തണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങി. ചെറുത് എണീറ്റും നേരെ പോകുന്നത് ഇവിടെ റൈറ്റ് സൈഡിലാണ്. ബാഗ് തുറന്ന് കാണിക്കണ്ടേ? വെട്ടം കുറവ് അവിടെ. ഇതാണ് അമ്മയ്ക്ക് ഈ സ്പെസിഫിക് ഈ കളർ വേണമെന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇതിനുള്ളിൽ വേറെ ഇതുണ്ടല്ലോ ബാഗിൻ്റെ ഒരു നീട്ടി വേണം. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ പിടിക്കാനല്ല ഇഷ്ടം. ഇതാണ് ഇന്ന് വാങ്ങിയ ബാഗ്. ഇത് പിന്നെ വലിയ നീളമില്ല കേട്ടോ. നീളം കൂട്ടാതെ കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം. അമ്മയുടെ ബാഗ് ഞാനൊന്ന് പ്രയോഗിച്ച് നോക്കിയതാ. കൊള്ളാമേ? നീ ഇഷ്ടപ്പെട്ടു? ഇന്ന് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ചിക്കുനും കുക്കിക്കും തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുണിയിട്ടാ. കാരണം അവർ പുറത്തിറങ്ങിയിട്ട് ഫുള്ള് കാലിൽ വെള്ളം ആക്കിയിട്ടാണ് കയറി വന്ന്. ഇപ്പതാ മഴ പെയ്ത സ്ഥലമാണോ എന്ന് തോന്നും, അത്രയ്ക്ക് വെയിലായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എല്ലാവരും
ഇട്ട് വന്നപ്പോ ഗ്രീനായി. മനഃപൂർവ്വം ഇട്ടതല്ല ഗ്രീൻ അല്ല, പക്ഷെ ഇട്ട് എല്ലാരും റെഡി ആയി ഇറങ്ങിയപ്പം ദാണ്ട ഗ്രീൻ. അമ്മ ഗ്രീൻ, സാക്ഷി ഗ്രീൻ, ഞാൻ ഗ്രീൻ. സാക്ഷിയുടെ സ്ട്രോളർ വരെ ഗ്രീൻ കളറായിരുന്നു. അപ്പൊ ഇന്ന് അവിടെ സ്റ്റോറിലൊക്കെ പോയപ്പോ ആൾക്കാരെല്ലാരും ചോദിച്ചു, എല്ലാരും ഗ്രീൻ ഇട്ടിട്ടാണല്ലോ വന്നേക്കണേന്ന്. ആക്ച്വലി അത് മനഃപൂർവ്വം ഇട്ടതല്ല. അതെ. സച്ചുട്ടേ ഹായ്. അവിടെ ഒരാൾ എടുക്കാൻ വേണ്ടിയിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. ചിക്കോ, അപ്പൂസ് വന്നോടാ? അപ്പൂസ് വന്നോ ചിക്കു? വന്നില്ല. ഈ നെറ്റ് കണ്ടോ? ഈ നെറ്റ് ഈ ഡോറിന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഈച്ച കയറാതിരിക്കാൻ. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് നിറച്ച് പുറത്ത് ഈച്ചകളെല്ലാം കൂടെ അകത്തേക്ക് കയറും. എല്ലാം കയറും. ഈച്ചയും കൊതുകും പ്രാണിയും ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറിന്റെ ഇതിൽ നെറ്റിട്ട് വെച്ചിരിക്കുന്ന. ചിക്കുനും കുക്കിക്കും അത് ഓപ്പൺ ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇത് ശരിക്കും ഇങ്ങനെ മാഗ്നറ്റ് ആണ്. ഇത് മാഗ്നറ്റ് ഇങ്ങനെ അടയ്ക്കുമ്പം അത് തനിയെ ഇങ്ങനെ അടഞ്ഞിരുന്നോളും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതായത് ഈച്ച വലുതായിട്ട് അതുകൊണ്ട് ഈച്ച ശല്യം ഉണ്ടാവത്തില്ല. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അച്ചപ്പം ഉണ്ടാക്കിട്ടോ. ഇന്നലെ കഴിഞ്ഞ ദിവസം അത് തന്നെയല്ലേ. ഇന്നലെ ഞങ്ങൾ വീട്ടിൽ അച്ചപ്പം ഉണ്ടാക്കിയേ. അതിനൊരു കഥയുണ്ട് അതിൻ്റെ പുറകിൽ. നിങ്ങൾ പേളിനെ കണ്ടിട്ടുണ്ടാവും. പേളിൻ്റെ ബേബി ഷവറിനൊക്കെ ഉണ്ടായിരുന്നു. പേള് കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു അച്ചപ്പത്തിൻ്റെ അച്ച് വാങ്ങിയിട്ട് വരണം. പക്ഷേ ചിക്കൊന്ന് പറയട്ടടാ. അപ്പം അത് പക്ഷേ ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ വാങ്ങിക്കൊണ്ട് വരാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അയ്യോ, ഞാൻ അവൾ ആ ഒരു സാധനം മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ, അത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്മിത ചേച്ചി നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് 2 ആഴ്ചത്തേക്ക് മറ്റേ പോയത് സ്മിത ചേച്ചി. അപ്പോൾ സ്മിത ചേച്ചി നാട്ടിൽ പോയപ്പോൾ ഈ തവണ സ്മിത ചേച്ചി ചോദിച്ചു എന്തെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്മിത ചേച്ചി എനിക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് അച്ചപ്പത്തിൻ്റെ അച്ച് വേണം, എനിക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടൊരു വിഷമം, അപ്പം അത് വാങ്ങിക്കൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്മിത ചേച്ചി എനിക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് വാങ്ങിക്കൊണ്ട് തന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ അച്ചപ്പം ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ എടുത്തില്ല എന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ടയേർഡായിരുന്നു. ജോലി കഴിഞ്ഞ് വരുന്ന ദിവസം എല്ലാ ദിവസവും ചെയ്യണം. അപ്പം അതുകൊണ്ട് മടിച്ചിട്ട് വീഡിയോ എടുക്കാനില്ല. അച്ചപ്പം ഉണ്ടാക്കി സ്മിത ചേച്ചിക്കും ഒരു സെറ്റ് അച്ചപ്പം കുറച്ച് കൊണ്ടുപോയി കൊടുത്തു. പേളിനും അച്ചപ്പം കുറച്ച് കൊണ്ടുപോയി കൊടുത്തു. ഒപ്പം അച്ഛൻ കൊണ്ടുപോയി. ഇന്നലെ രാത്രിയിൽ ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഒരു ചെറിയ സന്തോഷങ്ങൾ. അപ്പൊ ഇത്തവണ അച്ചപ്പത്തിന്റെ അച്ഛൻ പണ്ടത്തെ ഒക്കെ സ്റ്റീലല്ലേ ഏട്ടാ അമ്മ? സ്റ്റീലല്ല, നമ്മുടേത് എന്റേത് മറ്റേ ഇരുമ്പിന്റെ. ഇരുമ്പിന്റെ ഒക്കെയാ, പക്ഷെ കുറച്ചും കൂടെ വലിയ ഹോളാ. നമുക്ക് എല്ലാ ഇതും നമുക്ക് വിരലിലിടാം, അങ്ങനെയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ചെറുതാ. ഇപ്പൊ മോഡേൺ സാധനങ്ങളെല്ലാം കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ, പഴയ സാധനങ്ങളെല്ലാം. നമുക്ക് ഇനി വലിയ സൈസ് ഒരെണ്ണം എനിക്കിവിടെ ഇല്ല അച്ചപ്പത്തിന്റെ അച്ഛൻ. ഞാൻ ഇനി ഒരെണ്ണം വാങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ എനിക്ക് അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി വന്നുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അമ്മയെ കൊണ്ട് വാങ്ങിപ്പിക്കാമല്ലോ. പിന്നെ ഏട്ടനും പോകുന്നുണ്ട് ഒക്ടോബറിൽ, അപ്പോൾ ആ സമയത്തൊക്കെ വാങ്ങിപ്പിച്ചുകൊണ്ട് വരാം വേണമെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ അതാണ് അച്ചപ്പത്തിൻ്റെ കഥ. ഈ അച്ചപ്പം ഉണ്ടാക്കിയതായാലും പേളൊക്കെ എല്ലാവരും കഴിച്ചിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം മധുരം ചേർത്തിട്ടില്ല. എനിക്കും അധികം മധുരം ഇഷ്ടമില്ല, പക്ഷെ പാകത്തിന് മധുരം, എൻ്റെ കണക്കിന് പാകത്തിന് മധുരം. അമ്മയ്ക്ക് എനിക്ക് കറക്റ്റ് മധുരമാണ്. നമ്മൾ അധികം മധുരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ചിലർക്ക് മധുരം കൂടുതലുള്ളതാ ഇഷ്ടം. അതിനെന്നാ ചെയ്യണമെന്നോ, ഈ പഞ്ചസാര ഇച്ചിരി പാവ് കാച്ചി ഇതിനെ കൊണ്ടുപോയി പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ മധുരം കൂടും. അതാണ് ടിപ്പ് മധുരം കൂട്ടാൻ. അപ്പം അതാണ്. ഇനിയിപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വൈക തിരിച്ചു വരുമ്പം എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതുകൂടെ ചെയ്യാം അല്ലേ മേ? വൈക വന്നിട്ട് വരുന്നത് കാണിച്ചു കൊടുക്കാം അവിടെ നിന്ന് നടന്ന്. വൈകയുടെ സ്കൂൾ ബസ് വന്നു. അവിടെയാണ് നിർത്തുന്നത്. ഈ സൈഡിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നേ. അപ്പം ഈ വണ്ടികളെല്ലാം ഈ സ്കൂൾ ബസ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നറിയില്ല, വണ്ടിയുടെ സൈഡിൽ ഒരു സ്റ്റോപ്പ് സൈൻ റെഡിൽ ഓപ്പൺ ആക്കും അവർ. അപ്പം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വരുന്ന വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് നിയമം. അത് കഴിഞ്ഞ് കുട്ടികൾ ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യുന്നവരെ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്യും. കുട്ടികൾ ക്രോസ് ചെയ്ത് കഴിയുമ്പം ആ സ്റ്റോപ്പ് സൈൻ മടക്കി വെച്ചിട്ട്
അവർ പോവും. ദാ വൈക വരുന്നു. ശബ്ദമുണ്ടോ? ശബ്ദമുണ്ടോ? അല്ലെങ്കിൽ അനക്കമില്ലാത്ത ആളാ വൈകിയെ കണ്ടപ്പോ. I taking a video. I taking a video. I taking a video. How was your day? Good. 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 എങ്ങനെയുണ്ടായിരുന്നു? ഒരു സന്തോഷം ചേച്ചിയെ കണ്ടതിന്. വാ അകത്തേക്ക് കയറാം. Except for science. വൈക Yeah. ഇതെന്താ ഇത് ഗേറ്ററേഡ് ഒക്കെ കൊണ്ടുപോയി? I didn't. It's been there for 2 days. ആ നീ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് പോരുന്നോ? No. മറന്നുപോയി കൊണ്ടുപോവാൻ അല്ലേ? അന്ന് പോയപ്പോ ഓസ്റ്റിൻ സൂവിൽ പോയപ്പോ അപ്പൊ എന്താ കുടിച്ച വൈക? Gatorade. ഗേറ്ററേഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ലെഫ്റ്റ് ഓവർ ആണോ അവിടെ കൊണ്ടുപോയി വെച്ചോ സ്കൂളില്? For 2 days. No. A ballerina. ഷൂസ് ഒക്കെ കൊണ്ടുപോയി വെക്ക്. സാക്ഷി ഒരു നാപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാണ്. ഏട്ടൻ വന്നത് കണ്ടിട്ടില്ല, കാണിച്ചു കൊടുക്കാതെ. അതാരാ സാക്ഷി? അതാരാ അവിടെ? Don't put your lips on it. Hey! 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 Carlos! Hey! Carlos! What the? Nine. Da-do-do-do-do-do. Da-do-do-do-do-do-do. Do-do-do-do-do-do. Do-do-do-do-do-do. Ivan, go! Go! ആ Yay! ഗുഡ് ജോബ്, ഗുഡ് ജോബ്. And jump to 3 here. No! And jump അതാ പറഞ്ഞ പാടാത്. Do number below 3. 2, 2. 0, 1, 0, 1, 2, 3, 4, 21. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.